ചില വൈകുന്നേരങ്ങൾ മാത്രമാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാറുള്ളത്. വെക്കേഷൻ ടൈം ആണെങ്കിലും നമ്മളെല്ലാവരും വർക്കിംഗ് ആയവർക്ക് അറിയാലോ നമുക്ക് എന്ത് വെക്കേഷൻ എന്നുള്ളത്. അപ്പോൾ അന്നമ്മ കുറച്ചധികം ദിവസമായിട്ട് അന്നമ്മ വീട്ടിൽ തന്നെയാണ്. അവളുടെ അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ സിബിച്ചൻ ഒരു ദിവസം വൈകിട്ട് വന്നിട്ട് നമുക്ക് അന്നമ്മനെയും പൊക്കി ഒരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞു. വ്ളോഗറിൻ്റെ വീട്ടിൽ വന്ന് പെട്ട അവസ്ഥയിൽ സിബിച്ചൻ വിചാരിച്ചത്, എനിക്ക് റീൽസ് ഇടാൻ വേണ്ടിയിട്ട്, ആർക്ക്? സിബിച്ചന് റീൽസ് ഇടാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുവാണോ സാറാമ്മ എന്ന രീതിയിലാണ് പുള്ളിക്കാരൻ്റെ നോട്ടം. പക്ഷേ പിന്നീടാണ് എന്നോട് ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും വീഡിയോ കോളിലാണോ, ആരാന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീടാണ് സത്യം മനസ്സിലായത്, ഞാൻ എന്തോ റീൽസ് എടുക്കാനോ വ്ളോഗ്സ് എടുക്കാനോ ഉള്ള പുറപ്പാടാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് കരുതിയാണ്. കാരണം കുറേ സ്ഥലങ്ങൾ കാണിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുമായിരുന്നു. അതുകൊണ്ട് ഒന്നും തന്നെ കാണിക്കാൻ പറ്റില്ല. ഈ കടമ്പ്രയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്, ഒരുപാട് റീൽസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് ഷൂട്ട് എടുത്തിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് ഇത്രയും തിരക്ക് പിടിച്ച് കാക്കനാട് ഇങ്ങനെ ഒരു സ്ഥലമുള്ളത് തന്നെ വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. ഞാൻ സിബിച്ചിനും റീൽസ് എടുക്കാനും എല്ലാത്തിനൂടെ പോയിട്ടുണ്ട്. ഒരുപാട് റീൽസ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈകുന്നേരം ഒരു വൈബാണെങ്കിൽ ഒരു സന്ധ്യ ആകുമ്പോഴേക്കും കാണുന്ന റെസ്റ്റോറൻറ്റ് മൊത്തം ലൈറ്റ് ഇട്ട് നല്ല അടിപൊളിയാക്കി അവർ വെച്ചിട്ടുണ്ടാവും. പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയത് ഒടുക്കത്തെ റേറ്റാണ്. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഞാൻ പറയില്ല അവിടെ നിന്ന് ചായയും കാപ്പിയൊക്കെ കുടിക്കണമെന്നോ ഒന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ട് പോയ സമയത്ത് ഒരു ടീ വാങ്ങിച്ചു, എന്തോ മോമോസോ അങ്ങനെ എന്തോ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ മോമോസൊക്കെ ഈ പറഞ്ഞ പോലെ ഒട്ടും കൊള്ളത്തില്ല. അതുപോലെ തന്നെ ഞാൻ എടുത്ത ഫുഡ് കൊള്ളില്ലായിരുന്നു. വീഗാലാൻഡ്, അതാണ് വീഗാലാൻഡ് എന്ന് പറഞ്ഞ് അന്നേനെ കാണിച്ചു കൊടുത്തു. കാരണം അന്നമ്മ 1.5 വർഷമായിട്ട് വീഗാലാൻഡിൽ പോകാൻ നിൽക്കുവാണ്. അന്നേ അതാണ് വീഗാലാൻഡ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇതല്ല എൻ്റെ വീഗാലാൻഡ്, ഇങ്ങനെയല്ല വീഗാലാൻഡ് എന്ന്. പക്ഷെ രാത്രി നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ മൊത്തം ലൈറ്റൊക്കെ ആയിട്ട് കുറച്ച് റീൽസൊക്കെ എടുക്കാൻ നോക്കി. ഇത്തിരി ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. കാരണം ഓൾറെഡി മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സൺഡേ ആയിരുന്നു ഞങ്ങൾ പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ വൈബ് അടിപൊളിയാണ്. നല്ല ഇളം കാറ്റും ലൈറ്റ്സ് ഇട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ ഒരു തൂക്കുപാലം പോലെയൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ എങ്ങും അല്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നല്ലൊരു ദിവസമായിരുന്നു. കുറച്ച് വൈകുന്നേരങ്ങൾ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ മാറ്റി വെക്കുന്നത് നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.